അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ റെക്കഗ്നീഷൻ അവാർഡ് കൊടുക്കുന്നതിനുള്ള മൊമെൻ്റ് ആണ്. ആൻഡ് ഫോളോവിങ് വിച്ച് വി വിൽ ഹാവ് ദ പ്രോപ്പർ ഇനോഗ്രേഷൻ. റെഡിയാണോ എല്ലാവരും? ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ കയ്യടികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദീസ് ആർ ദ പീപ്പിൾ ഹു ബീൻ ദ സ്ട്രെങ്ത് ആൻഡ് പില്ലർ ഓഫ് ദിസ് സംഗീതോത്സവം. ഇത്രയും വർഷം അവർ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട്, അതല്ലാതെ ഹോൾ ഹാർട്ടഡ്ലി നല്ലൊരു ഇനീഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സോ മൂവിങ് ഓൺ ടു ദ സ്പെഷ്യൽ ഫെലിസിറ്റേഷൻ സെറിമണി. അതിനാദ്യമായി ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നത് 2017 തൊട്ട് ഈ വർഷം വരെ 7 ബീറ്റ്സ് എന്ന ഈ ഒരു സംരംഭം തുടങ്ങിയ 3 വ്യക്തികളും ഒപ്പം അവരോടൊപ്പം സപ്പോർട്ടിനായി ഉണ്ടായിരുന്നവരും. അതിലെ പ്രധാനപ്പെട്ട 3 പേരെ വിളിക്കട്ടെ. സണ്ണിമോൻ മത്തായി. സണ്ണി ചേട്ടൻ എത്രമാത്രം പോപ്പുലർ എന്നറിയാം. ഞങ്ങൾക്ക് കയ്യടി തന്നേ പറ്റുള്ളൂ. കാര്യം ഇവരില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, നിങ്ങളില്ല, നമ്മുടെ ഇത്രയും നല്ല ചാരിറ്റി വർക്കുകൾ നടക്കുന്നില്ല. അപ്പം എല്ലാവരുടെയും നല്ല കയ്യടിയും പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വീണ്ടും ഒഫീഷ്യൽ ഇതിലേക്ക് കടക്കുകയാണ്. പ്ലീസ്. സണ്ണി ചേട്ടൻ യുഗ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആണ്, അതുപോലെ തന്നെ KCF ചാരിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ഫോർ എ ലോങ് ടൈം. ഫോർ മീ പേഴ്സണലി എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരാളെ പോലെ he always makes sure you get treated well whenever there is a function that he is a part of. So thank you so much for inviting us and being a part of this 7 beats. Next we have Appachan Kannanjira. Appachan ചേട്ടൻ പ്ലീസ്. Appachan ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എഴുത്തുകാരനാണ്. Mr. Manoj Thomas. മനോജ് ചേട്ടന് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. നമ്മുടെ ചങ്ങനാശ്ശേരി സംഗമം ഉൾപ്പെടെ ഒരുപാട് പ്രോഗ്രാമുകളുടെ ഓർഗനൈസറാണ്. 7 ബീറ്റ്സ് ബാൻഡിന്റെ സ്റ്റാർട്ടർ സിംഗറാണ്. സോ എഗാൻ എത്ര തവണ വന്ന് നമ്മളെ അമേസ് ചെയ്ത് പോയിരിക്കുന്നു. സോ നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല മനോജ് ചേട്ടൻ. അതിൻ്റെ ഒരു നല്ലൊരു കലാകാരൻ നിങ്ങളുടെ മുമ്പിൽ ഓൾറെഡി പെർഫോം ചെയ്തു. നിങ്ങൾ പറയാതെ കയ്യടി മേടിച്ച് തന്നെ പ്രിയപ്പെട്ട നമ്മൾ ചേട്ടാ. താങ്ക് യു. Not with the least, the one and only Mr. Jomon Mamotil. Put your hands together everyone. Jomon ചേട്ടൻ to the stage please. ഈ സുഹൃത്തുക്കള് ഒരുമിച്ച് ചെയ്തത്. ഞങ്ങൾ ജോമൻ ചേട്ടൻ്റെ പേരെടുത്ത് പറയുന്നത് ഓഫ് കോഴ്സ് ഞങ്ങൾ ഇതിലോട്ട് വരുന്നത് ജോമൻ ചേട്ടൻ വഴിയാണ്. ബട്ട് ദേ ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു 7 ബീറ്റ്സ് ആൻഡ് ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ ലവ് ഫോർ ദ പ്യോർ മ്യൂസിക്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് എഫേർട്ട്. ആൻഡ് നെക്സ്റ്റ് ആസ് എ മെൻഷൻ ഇതൊരു സ്പെഷ്യൽ റെക്കഗ്നേഷൻ കൊടുക്കുന്നതിനുള്ള അവസരമാണ്. ആൻഡ് ദ പേഴ്സണാലിറ്റീസ് ഹു ആർ ആക്ച്വലി റിസീവിംഗ് ദാറ്റ് അവാർഡ് is Dr. Abdul Shahul and his wife Priya. They are solicitors and managing director of Palm Hotel Hornchurch, and most importantly he is a criminal lawyer. Dr. Shahul and Priya, can we please have you on the stage? Give a big round of applause to Dr. Abdul Shahul and Priya. അവർക്ക് ഒരു ഫെലിസിറ്റേഷൻ, ഒരു അവാർഡ് വാങ്ങിക്കാനാണെങ്കിൽ കൂടിയും ദേ ബീൻ ഹിയർ ഫോർ എ വൈൽ, ബീങ് ദെയർ ഇൻ ദ ഫ്രണ്ട് റോ, എൻജോയിങ് എവറിത്തിങ് വിത്ത് പേഷ്യൻസ്. ഐ ഹോപ്പ് യു ഹാഡ് എ വണ്ടർഫുൾ ടൈം. സോ ഇറ്റ്സ് എ പ്ലഷർ ടു ഹാവ് യു ഹിയർ വിത്ത് us. And to present the award, we have the gorgeous and the very popular മലയാളത്തിൻ്റെ സ്വന്തം സനുഷ. Can we please have you on the stage? മലയാളത്തിൻ്റെ സ്വന്തം ബാലതാരം തൊട്ട് ഇതുവരെയ്ക്കും നമ്മൾ കണ്ട എല്ലാ മൂവിയിലും സ്വന്തം വെർസറ്റാലിറ്റി പ്രൂവ് ചെയ്ത സുന്ദരിയായിട്ടുള്ള Sanusha Santosh, and we are delighted to invite you on the stage to give the special recognition to Mr. Abdul Shahul and Priya. Pressing the memento, bringing the memento. Jinsi Chichi, please be with us on the stage. Come on. Together. Thank you. This is a small token of our love, and thank you Sanusha for joining us. Thank you very much. And next we are moving on to the inauguration ceremony.
താങ്ക് യു സനീഷ, താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. അപ്പൊ ഞങ്ങളുടെ ഒഫീഷ്യൽ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ പതിയെ കടക്കുകയാണ്. നമ്മളുടെ ഒഫീഷ്യൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്, എബി സെബാസ്റ്റ്യനൊപ്പം തന്നെ നമ്മളുടെ ബാക്കിയുള്ള ഗസ്റ്റുകൾ, നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും ചേർന്ന് നമ്മളുടെ ഇനോഗ്രേഷൻ പരിപാടികളിലേക്ക് കടക്കുന്നു. അതിനുശേഷം വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾ ഒന്നുകൂടി നമ്മുടെ കയ്യിലുണ്ട് ഇഷ്ടംമാതിരി നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ പതിയെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷനൊക്കെ കിടക്കുകയാണ്. വലിയൊരു ലിസ്റ്റ് ഓഫ് ആളുകളുണ്ട് ഇതിനെ തുടക്കം തൊട്ട് ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അവരെല്ലാം സ്റ്റേജിൽ വിളിക്കാന്ന് പറഞ്ഞാൽ യു കെയിൽ മിക്കവാറും ആളുകളുണ്ടാവും. എന്നാലും അതിൽ നിന്നും ഞങ്ങൾ ചെറിയ പിക്ക് ചെയ്തെന്ന് പറയാൻ പറ്റും. ഇവരെ ഞങ്ങൾക്ക് വേദിയിൽ വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ലിസ്റ്റ് ഞാൻ വായിച്ചു തുടങ്ങുന്നു. The first person I would like to welcome, Suju K. Daniel, Indian Overseas Congress President. Suju, can we have here on the stage? Before that, I'd like to invite Sanimon Mathai to the stage, please. Sanimon Chetan, on the stage, please. The pillars of 7 Beats, Sanimon Mathai, Apachan Kananchira, Manoj Thomas, Kevin Conical, Luby Matthews, and Jomon Mamutil. Conical and Luby Matthews. കെവിൻ എൽമ എന്നുള്ള അസോസിയേഷനെ ഹോൺ ചർച്ചിന്റെ പരിസരത്തുള്ളവർക്ക് ഒത്തിരി പരിചയം ഉണ്ടായിരിക്കാം. കെവിൻ ആൻഡ് ലൂബി, they are the members of Elma. Kevin especially the longest member of Elma and the current secretary of Elma. അപ്പം ലൂബി is someone who is yeah, I know. ലൂബി നേരത്തെ ഞങ്ങളുടെ കൂടെ സ്റ്റേജിൽ ജോയിൻ ചെയ്തിരുന്നു to present the moment, if I am right. And by profession is a physiotherapist, someone who done a lot of social care work for the society, for the community. I'm well known in the community for being such a wonderful person and being kind enough to make sure your service is always benefited for the people, not only in the community, but whoever is needed. And thank you so much, Luby, for your presence and support. And thanks, Kevin. ഈ തവണ ലണ്ടനിൽ നടന്നപ്പോൾ എൽമ ഒപ്പം ഇവരുടെ രണ്ടുപേരുടെയും ഈ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സായിട്ട് 7 ബീറ്റ്സിന് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അത് കേംബ്രിഡ്ജ് അസോസിയേഷൻ ആണ്, ഇഫ് ഐ ആം റൈറ്റ്. സോ ഇങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ഡോണ്ട് നോ നെക്സ്റ്റ് ഹൂ ഇസ് ദാറ്റ്, ബട്ട് താങ്ക് യു ദിസ് ടൈം എൽമ, കെവിൻ ആൻഡ് ലൂബി. 9 വർഷങ്ങളായി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് നമ്മുടെ 7 ബീറ്റ്സിൻ്റെത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ കൂടുതൽ ഹിസ്റ്ററീസിനെ പറ്റിയിട്ടും വെൽക്കം സ്പീച്ചിൽ നമ്മുടെ അടുത്ത് ജോമോൻ ചേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. സോ ദ നെക്സ്റ്റ് ഗസ്റ്റ് ഐ വാണ്ടഡ് ടു ഇൻവൈറ്റ് ഇസ് the Advocate Francis Matthew, ex-UCMA National President and Director of Law and Lawyers Solicitors, London. Malayali സ്നേഹത്തോടെ വിളിക്കുന്ന ആസി ചേട്ടൻ, can we have you on the stage, please? എല്ലാവരും സെന്ററിലേക്ക് നിൽക്കാം. ജോമൻ ചേട്ടൻ, can we have you? Shamjit, Director of Malabar Foods and Kerala Delights. Francis Etten vannu? Okay. And next, Mr. Shan, the owner of Shan Properties. Malayali Kera Subrijidanaya sponsor ആണ്. മലയാളി എന്തൊക്കെ ഇവന്റ് ചെയ്യുന്നുണ്ടോ, ഷാൻ പ്രോപ്പർട്ടീസ് ആർ there always to support. Someone who loves and respects artists immensely. So thank you, Shan Properties, for your support. I think he is not here, if I'm right. Okay, moving on. അടുത്ത പ്രധാന വ്യക്തിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജെയ്സൺ ജോർജ്, the director of കലാഭവൻ ലണ്ടൻ. ജെയ്സൺ ചേട്ടാ, to the stage, please. ഒരു തികഞ്ഞ കലാകാരനാണ് ജെയ്സൺ ചേട്ടൻ. യുക്മയുടെ കോമ്പറ്റീഷൻസ് ആവട്ടെ, അതല്ലാതെ യു കെയിലെ നാടകവേദികളാവട്ടെ. I was also fortunate to share the stage with him. Hope he's here. He's not joined. Okay, he already left. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. രശ്മി പ്രകാശ്, poet and writer. രശ്മി, please be on the stage. സോഷ്യൽ മീഡിയകളിൽ മലയാളികളുടെ നിറഞ്ഞ സാന്നിധ്യം, വേദികളിലും അതെ. ലക്ഷ്മിയുടെ കൈയെഴുത്തിനും
അതിൻ്റെ സാഹിത്യത്തിനും മലയാളി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഫോളോ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗ്രേസിംഗ് ദ സ്റ്റേജ് രശ്മി ആൻഡ് ബീങ് എ പാർട്ട് ഓഫ് us. അടുത്തതായി ഞാൻ വിളിക്കട്ടെ എബ്രഹാം ലൂക്കോസ്, എക്സ് യുഗ്മ നാഷണൽ സെക്രട്ടറി, എക്സ് 7 Beats കോർഡിനേറ്റർ, എക്സ് ക്രേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ്, മിസ്റ്റർ എബ്രഹാം ലൂക്കോസ്. പ്ലീസ് ബി ഓൺ ദ സ്റ്റേജ്. One of the biggest organization in the UK. To be in that position, it takes a lot of confidence and talent. And Mr. Abraham, you joining us on this stage? And next we have Rajulesh Vattaparambil, the director of Global Study Link. Mr. Rajulesh Vattaparambil, please be on the stage. I think Rajulesh is not here. Someone who started the education consultancy and been supporting the UK Malayali community all these years ever since he been in business. And next we have Eugene Thomas, Bedford Marston Kerala Association President. ഓക്കെ, ഇനി നമുക്ക് വരാനുള്ള നമ്മുടെ ജോബിൻ ജോർജ് ആണ്, പ്രസിഡന്റ് ഓഫ് യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ. Please invite Jobin George. Jobin George, please on stage, please. Yeah, thank you. He's on the way. And then യുഗ്മയുടെ കലാമേളകളിൽ പല റീജിയൻ ഉണ്ടെങ്കിലും one of the strongest region as far as I know. it is indeed. A bunch of talents in that region. And thank you for joining us. May I please invite Nodi Joseph, director of Tutors Valley Music Academy. Probably you guys have seen just a few minutes ago, just the entire video we have actually played. May I please invite Nodi Jacob onto the stage, please. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. നോഡിച്ചേട്ടൻ പോയി എന്നാണ് എൻ്റെ ധാരണ. Okay. He spent enough time with us from the beginning, so thank you for that. The last and final, may I please invite Saji Chako, the director of Ideal Solicitors London. Please, Saji Chako, please. We have our chief guest. It's none other than Mr. Advocate A.B. Sebastian, Yugma current National President. Advocate A.B. Sebastian, please be on the stage. യുഗ്മ പോലെയുള്ള ഓർഗനൈസേഷൻ ഇതുപോലെയുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അവർ എത്രമാത്രം യങ് ടാലന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന്റെ പ്രൂഫാണ്. They do a competition, but at the same time, every stage is for every talent in this country. അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും നമ്മളെല്ലാവരും നോക്കി നിന്ന് നമ്മുടെ ഈ ഒരു 7 Beats എന്ന പ്രോഗ്രാം നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എല്ലാ പോസ്റ്റേഴ്സിലും നമ്മളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് സനുഷയാണ്. ഞാൻ വാക്കുകളുകൊണ്ട് എത്രത്തോളം പറയണമെന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ബാലതാരമായി നമ്മുടെ മുമ്പിലേക്ക് വന്നു. കാഴ്ച പോലെയും മീശമാധവൻ പോലെയും അവിടെ നിന്ന് ഒരു നായികയായിട്ട് മിസ്റ്റർ മരുമകൻ പോലെ ഇപ്പോഴും ഓരോ സീൻ ഇൻഡസ്ട്രിയിലും അതുപോലെ മൂവീസ് ആൻഡ് ഫിലിം ഇൻഡസ്ട്രിയിലും വളരെ ആക്റ്റീവായ ഡിയർ ആക്ട്രസ് സനുഷ സന്തോഷ് ഓൺ ടു ദ സ്റ്റേജ്, അവർ സെലിബ്രിറ്റി guest today on 2026 7 Beats 9th season Sangeethosavam. We delightfully welcome in Sanusha Santosh onto the stage. Thank you. സനുഷ, സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങൾ റിപ്പീറ്റഡ്ലി സ്റ്റേജിലേക്ക് വിളിക്കുന്നത് ഒരു പ്ലാനിങ്ങിൻ്റെ ഇതുകൊണ്ടാണ്, ബട്ട് റിയലി താങ്ക്സ്. ഓക്കെ, അടുത്തതായി നമ്മൾ lamp lighting ഉണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഷുഡ് ഹിയർ ഫ്രം ദ വൺ ആൻഡ് ഓൺലി ജോമോൻ ചേട്ടൻ പ്രസൻറ്റിംഗ് ദ വെൽക്കം സ്പീച്ച് ഫോർ എസ് ജോമോൻ മാമൂട്ടിൽ. ഞാൻ എടുത്തെടുത്ത് പറയാണ്, പാട്ടുകാരോട് മാത്രമല്ല എല്ലാ കലാകാരന്മാരോടും ഈ വ്യക്തിക്കുള്ള ഇഷ്ടം ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊക്കെ എത്രയുണ്ട് സമയം ഇതുപോലൊരു കാര്യം ചെയ്യാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും അത് പ്രാക്ടിക്കലാക്കാൻ നമ്മൾ എത്ര എഫേർട്ട് ഇടും. ഡു ഐ ഹാവ് എനി ബെനിഫിറ്റ്? അതായിരിക്കും മെജോറിറ്റി മനുഷ്യർ ആദ്യം ചിന്തിക്കുന്നത്. അതിനെ താണ്ടി അതിന് നല്ലൊരു കോഴ്സായിട്ട് എല്ലാ വർഷവും 9 വർഷത്തോളം ചെയ്യാന്നുള്ളത്
ഇറ്റ്സ് എ ബിഗ് തിങ്. ഇത് പലർക്കും പറയാനുണ്ടാവും. പരിമിതി കൊണ്ട് ഞാൻ ഇതിലപ്പുറം പറയില്ല. ദ സ്റ്റേജ് ഇസ് ഓൾ യോഴ്സ്. വി ആർ സോ കീൻ ടു ഹിയർ ഫ്രം യു ജോമൻ ചേട്ടാ, ആൻഡ് വെൽ ഡൺ ടു യു ആൻഡ് യുവർ എൻറ്റയർ ടീം. ഗുഡ് ഈവനിങ് ലണ്ടൻ. 7 ബീച്ച് സംഗീതോത്സവം സീസൺ 9 ചാരിറ്റി ഇവന്റ് 2022 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിയാം, 7 ബീച്ച് സംഗീതോത്സവം ചാരിറ്റി ഇവന്റ് എന്ന പേരിൽ 8 വർഷം മുൻപേ ശ്രീമാൻ മനോജ് തോമസിൻ്റെയും ശ്രീ സണ്ണിമോൻ മത്തായിയുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ ആരംഭിക്കുകയുണ്ടായി. കെറ്ററിംഗിൽ ആരംഭിക്കുകയും തുടർന്ന് UK വിവിധ ഭാഗങ്ങളിൽ ഈ ഈവൻ്റ് നടത്തി വളരെ വിജയകരമായി ഞങ്ങൾ ഇന്ന് ഈസ്റ്റ് ലണ്ടനിലെ ഹോൺ ചർച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് പരിപൂർണമായ സപ്പോർട്ട് നൽകി ഞങ്ങളൊപ്പം നിൽക്കുന്ന ഈസ്റ്റ് ലണ്ടൻ മലയാളി സംഘടനകൾ, മലയാളി ഫ്രണ്ട്സാണ്. അവരെ ഞാൻ ഈ വർഷത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. 7 ബീച്ച് സംഗീതോത്സവം ഇതിന് നേതൃത്വം നൽകി നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ഇന്ന് ഈസ്റ്റ് ലണ്ടനിലെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ കെവിൻ കോണിക്കലും ശ്രീ ലൂവി മാത്യൂസും അടങ്ങുന്ന അവരുടെ കുടുംബമാണ്. അതിന് ഞാൻ ഈ അവസരത്തിൽ ഏറെ അവരെ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ ഒരു ഈവൻ്റ് കഴിഞ്ഞ 8 വർഷക്കാലമായി UK വിവിധ ഭാഗങ്ങൾ നടത്തി ഏകദേശം 10 ലക്ഷത്തിൽ പരം രൂപ ഞങ്ങൾ സമാഹരിക്കുകയും കേരളത്തിലെ നിർദ്ധരായ നിരവധി കുടുംബങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി നൽകുകയും ചെയ്തു. അത് ഞങ്ങൾ ഈ ഒരു ഈവൻറ്റിൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത് തന്നെ അവരുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹവുമാണ് എന്ന് എനിക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നത്തെ UK ജീവിത രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒത്തിരി പേര് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പോകുന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾ ഇങ്ങനൊരു ഈവൻറ്റുമായിട്ട് വന്നപ്പോൾ തന്നെ അതിന് വിജയകരമായി പോകാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഇവരുടെയൊക്കെ സ്നേഹമാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് നിസ്സംശയം പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കറിയാം, 2025 കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷനുമായി സംയുക്തമായി ചേർന്ന് ഞങ്ങൾ ഈ ഈവൻ്റ് അവസാനമായി സംഘടിപ്പിച്ചത്. അന്ന് ഏകദേശം 1336 പൗണ്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ചാരിറ്റിക്കായി ലഭിക്കുകയുണ്ടായി. അതിൽ നിന്ന് ലഭിച്ച ഒരു വിഹിതം കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ്റെ ഭവന നിർമ്മാണ പദ്ധതിക്കായി നൽകുകയും അതിന് നേതൃത്വം നൽകിയത് ശ്രീമാൻ എബ്രഹാം ലൂക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. അതിനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള തുക ഞങ്ങൾ കേരളത്തിലുള്ള ഏകദേശം 28ഓളം കുടുംബങ്ങൾക്ക് ചെറുതും വലുതുമായുള്ള തുകകൾ നൽകി അവരെ നമുക്ക് സഹായിക്കുവാൻ സാധിച്ചു. ഞങ്ങളത് വലിയൊരു കാര്യമായി കണക്കാക്കുന്നു. ഇന്നും ഇവിടെ ഈ ഇവൻറ്റിലും ഞങ്ങൾ ഈ ഒരു ഇവൻറ്റ് വഴി ഉദ്ദേശിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ചാരിറ്റി തന്നെയാണ്. അതിനകത്ത് നിസ്സംശയം ഞങ്ങൾക്ക് പറയാം, ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ റാഫിൾ ടിക്കറ്റ് വഴിയും അതുപോലെ തന്നെ ഫുഡ് കൗണ്ടർ വഴിയും സ്പോൺസർമാരുടെ എല്ലാം ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ബാക്കി തുക ഞങ്ങൾ പൂർണ്ണമായും കേരളത്തിലുള്ള നിരവധി കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് കൊടുക്കുവാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണവും സ്നേഹവും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാം ഇവിടെ എത്തിച്ചേർന്നതിനായി ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇവൻറ്റിനെ രണ്ടാമതായി ലക്ഷ്യമിട്ടിരുന്നത് നമുക്കറിയാം, ഈ ഈവൻ്റ് ആരംഭിച്ച കാലഘട്ടങ്ങളിൽ തന്നെ നമുക്കറിയാം, മഹാകവി പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ONV കുറുപ്പ് മാഷ്, അദ്ദേഹത്തിൻ്റെ പാവന സ്മരണ, അദ്ദേഹം മരിച്ച 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായി ഞങ്ങൾ എല്ലാ വർഷവും ആചരിച്ചിരുന്നു. അതോടൊപ്പം ഈ വർഷം നിങ്ങൾക്കറിയാം, മലയാള സിനിമയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സംഗീതം നൽകുകയും അതോടൊപ്പം തന്നെ മലയാള സിനിമയ്ക്ക് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം നൽകുകയും ചെയ്ത ശ്രീ SP വെങ്കടേഷിൻ്റെ അനുസ്മരണവും ഒരുപോലെ ഞങ്ങൾ ആചരിക്കുകയാണ്. അവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഈ അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 7 ബീച്ച് ഞാൻ അടുത്തതായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വളരെ നീട്ടുന്നില്ല, കാരണം ഈ വൈകിയ വേളയിൽ ഒത്തിരി നീട്ടി നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെല്ലാം എൻ്റെ കർത്തവ്യം എന്നുള്ളതിൽ ഞാൻ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ഇന്ന് ഗസ്റ്റായിട്ട് നമ്മുടെ ഈ ഈവൻറ്റിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് യുക്മയുടെ നാഷണൽ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തനം അഡ്വക്കേറ്റുമായ ശ്രീമാൻ എബി സെബാസ്റ്റ്യനാണ്. ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ഏറെ സ്നേഹത്തോടെ 7 ബീച്ച് സംഗീതോത്സവം സീസൺ 9 ഞാൻ സ്വാഗതം ചെയ്തോളൂ. അടുത്തതായി നമുക്കറിയാം, ഇന്ന് ഈവൻറ്റിന് നമ്മളാരും പ്രതീക്ഷിക്കാതെ നമുക്ക് ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്നത്, നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഇവന്റ് ചെയ്യുമ്പോൾ എന്നും എന്തെങ്കിലും നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ആരെങ്കിലും നമുക്കുണ്ടാവും. അത് ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് ഈവൻറ്റിൽ നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന മലയാളം, തമിഴ്, തെലുങ്ക് സിനിമയിലൂടെ അറിയപ്പെടുന്ന ബാലതാരമായി മലയാള സിനിമയിൽ പ്രവേശിച്ച മലയാളത്തിൻ്റെ പ്രിയ നടി ശ്രീ മിസ്
സനൂഷ സന്തോഷ് ഏറെ സ്നേഹത്തോടെ ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ എത്തുവാൻ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സനൂഷ സന്തോഷിനെ ഞാൻ ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടെ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമുക്ക് എന്നും താങ്ങുനാളിലായി ഞങ്ങളുടെ ഒപ്പം കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ശ്രീ സുജു കെ ഡാനിയൽ. അദ്ദേഹം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തനമായ അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ലണ്ടൻ നിവാസികൾക്കെല്ലാം അറിയപ്പെടുകയും ചെയ്യുന്ന അഡ്വക്കേറ്റാണ് ശ്രീ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് മാത്യു. അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും യുക്മയുടെ മുൻ നാഷണൽ പ്രസിഡന്റും ഇപ്പോൾ ലോ ആൻഡ് ലോ സോളിസിറ്റേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിരുന്നു. നമുക്കറിയാം നമുക്കെന്നും താങ്ങുനാളുമായിട്ട് നമ്മുടെ ഈ ഇവന്റിന് എന്നും കൂടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഞാൻ കോർഡിനേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്ത ശ്രീമാൻ എബ്രഹാം ലൂക്കസിനെ ഞാൻ ഈ വർഷം ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് കലാഭവൻ ലണ്ടൻ പ്രതിനിധി. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന് ചില കാര്യങ്ങളിലൂടെ പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് ഞാൻ ശ്രീമാൻ ജെയ്സൺ എന്നും കലാഭവൻ ലണ്ടൻ 7 ബീറ്റ് സംഗീതോത്സവമായിട്ട് വളരെ സ്നേഹത്തോടെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അദ്ദേഹത്തിന് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിരുന്നു. അതുപോലെ തന്നെ യുക്മയുടെ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ പ്രസിഡന്റായ ശ്രീമാൻ ജോബിൻ ജോർജിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ സുഹൃത്തും ബെഡ്ഫോർഡ് മാസ്റ്റർ കേരള അസോസിയേഷന്റെ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തനമായ ശ്രീമാൻ യൂജിൻ തോമസിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യു കെയിൽ അറിയപ്പെടുന്ന കവിയത്രിയും അതോടൊപ്പം തന്നെ അവതാരികയും പ്രിയ സുഹൃത്തും ശ്രീമതി രശ്മി പ്രകാശിനെ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്കറിയാം നമുക്ക് എന്നും ഈ ഒരു ഈവന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒത്തിരി പേരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണം. അവരെല്ലാം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. അവരെല്ലാം ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ അനുസ്മരിക്കുന്നു. ആദ്യമായി ഞാൻ ലൈഫ് ലൈൻ പ്രൊട്ടക്ട് ലിമിറ്റഡ് ഇതിന്റെ തുടക്കം മുതൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ടൈറ്റിൽ സ്പോൺസറായി ഞങ്ങളോടൊപ്പമാണ്. ലൈഫ് ലൈൻ പ്രൊട്ടക്ട് മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് മേഖലയിലെ UK നമ്പർ 1 അഡ്വൈസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അവരെ ഞാൻ ഏറെ സ്നേഹത്തോടെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നവരുചി റെസ്റ്റോറൻറ്റ്, ഷാൻ പ്രോപ്പർട്ടീസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് UK ലിമിറ്റഡ്, പോൾ ജോൺ സോളിസിറ്റേഴ്സ്, ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്, ലോ ആൻഡ് ലോ സോളിസിറ്റേഴ്സ്, മലബാർ ഫുഡ്സ് ആൻഡ് കേരള ഡിലൈറ്റ്സ് ഇതിൻ്റെ പ്രതിനിധി ശ്രീമാൻ ഷംജിത്തിനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഷംജിത്ത് ഇന്ന് നമുക്ക് വേണ്ടുന്ന ഈ ഷംജിത്തും ശ്രീമാൻ സുജു കെ ഡാനിയലും കൂടി ചേർന്നാണ് നമുക്കിന്ന് സനൂഷ ഇവിടെ വരാനുള്ള വേണ്ട ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത്. അവരെ ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ശ്രീമാൻ ഷംജിത്തിനെ ഞാൻ ഈ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നിങ്ങൾക്കറിയാം ടൂട്ടേഴ്സ് വാലി മ്യൂസിക് അക്കാഡമി. ഞാൻ നേരത്തെ ശ്രീമാൻ നോഡി ജേക്കബ് ഈ വേദിയിൽ വെച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ 7 ബീറ്റ് സംഗീതോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 അന്ന് മുതൽ നമുക്ക് തുടർച്ചയായി സ്പോൺസേഴ്സായിട്ട് കൂടെയുള്ള ഒരു മ്യൂസിക് ശ്രീമാൻ നോഡി ജേക്കബുള്ള ടീം ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ട്. നിങ്ങൾക്കറിയാം UK ഇത്രയും വളരെ മനോഹരമായി ഹൈ ബാനറിൽ നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റ് മോഹൻലാലിൻ്റെ
ഷോ ഏതാനും ജൂൺ 27-ന് ഓവോ അരീന വെംബ്ലിയിൽ വെച്ച് നടക്കുകയാണ്. അതിന് വേണ്ടുന്ന എല്ലാം ചെയ്യുന്നത് ശ്രീ നോഡി ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള അവരുടെ ട്യൂട്ടേഴ്സ് വാലി മ്യൂസിക് അക്കാഡമി ആൻഡ് UK ഈവൻറ്റ്സ് ലൈഫാണ്. അവരെ വേണ്ട വിധം സപ്പോർട്ട് ചെയ്യുക. ഈവൻറ്റ് നിങ്ങൾ എല്ലാവരും പോയി കാണണം, പങ്കെടുക്കണം. 7 ബീറ്റ് സംഗീതോത്സവത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും UK ഈവൻറ്റ്സ് ലൈഫിനോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ സൂചിപ്പിച്ച പോലെ അവർ തുടക്കം മുതൽ ഇന്ന് വരെ എല്ലാവിധ നമുക്ക് പരിപൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് UK ഈവൻറ്റ് ലൈഫ് ആൻഡ് ട്യൂട്ടേഴ്സ് വാലി മ്യൂസിക് അക്കാഡമി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മോഹൻലാലിൻ്റെ ഷോ UK വരുമ്പോൾ പോയി കാണുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം UK നോഡി ജേക്കബിനെ ഞാൻ 7 ബീറ്റ് സംഗീതോത്സവം സീസൺ 9 ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇന്ന് ഈ ഈവൻറ്റിന് അതുപോലെ തന്നെ നമുക്ക് സ്പോൺസേഴ്സ് ആയിട്ടുള്ള ശ്രീ ഫ്രണ്ട്സ് മൂവേഴ്സ്, വാൻ വിത്ത് മാൻ സർവീസ് ബെഡ്ഫോർഡ്, അതുപോലെ സാൻവി പേൾ കളക്ഷൻ, DSP ക്രിയേറ്റീവ് കേറ്ററിംഗ്, സീകോം അക്കാഡമി, ഹൗസ് ഓഫ് വാട്സ്, അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഉള്ളത് സ്റ്റാൻ ക്ലിക്ക് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, വൺ ആർക്ക് UK, റേഡിയോ ലൈം. ഇവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ അനുസ്മരിക്കുക. അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഇവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ഈവൻറ്റ് വളരെ മനോഹരമായി വളരെ ചുണയോടെ ഇത് ഇന്ന് ആങ്കർ ചെയ്യുന്ന ശ്രീമതി സുപ്രഭ നായറിനെയും അതുപോലെ അപർണ സൗവർണിക, ജിനോയ്സ് തോമസ്, ഇവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ പരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി കുറച്ച് പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. ഞാനതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thanks a lot for all those kind words. Thank you. Thanks again, Joe. അടുത്തതായിട്ട് നമുക്കൊരു ഇനോഗ്രൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണി ചേട്ടനെയാണ് വിളിക്കുന്നത്. സണ്ണി ചേട്ടാ, പ്ലീസ് കം ഫോർവേഡ്. Put your hands together for Sunny Mohan Mathai, everyone. ബഹുമാനപ്പെട്ട ജോമോൻ മാമ്പുപുട്ടിൽ, ഇതിൻ്റെ ഉദ്ഘാടകൻ യുക്മ നാഷണൽ പ്രസിഡന്റുമായ എബി സെബാസ്റ്റ്യൻ, IOC പ്രസിഡന്റ് സുജു കെ ദാനിയൽ, യുക്മയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന സ്നേഹത്തോടെ ഞങ്ങളൊക്കെ വിളിക്കുന്ന ആസിച്ചേട്ടൻ, എല്ലാവരുടെയും പേരെനിക്ക് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. ഈ സ്റ്റേജിൽ നിൽക്കുന്ന വിശിഷ്ടാതിഥികളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അഭിമാനത്തോടെയാണ് ഈ 7 ബീറ്റ്സ് ഇവിടെ നിൽക്കുന്നത്. 9 വർഷമായി. കോവിഡ് കാലഘട്ടത്തിൽ 1 വർഷത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 10 വർഷമായി. 9 വർഷവും ഇടതടവില്ലാതെ നടക്കുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാമാണ്. ജോമോ മാമൂട്ടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇതൊരു സ്നേഹ കൂട്ടായ്മയാണ്. UK-യുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് പരിപാടി അവതരിപ്പിക്കാനായിട്ടല്ല വരുന്നത്. ഇതൊന്ന് കാണുവാനും ഇതിൽ പങ്കാളികളാകുവാനും ആണ് ഇതിൻ്റെ UK-യുടെ പല ഭാഗത്തുനിന്ന്. നിങ്ങളിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. എത്രയോ മൈലുകൾ താണ്ടി അവരൊരു പരിപാടി അവതരിപ്പിക്കാനല്ല, ഈ പരിപാടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിജയം. പിന്നെ ഞങ്ങൾ നമ്മൾ ഒക്ടോബർ കഴിഞ്ഞാൽ UK-യിലെ വെതർ നമുക്കറിയാം. എന്തൊരു വെതർ അല്ലേ. നമ്മളൊന്നും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. അത് തമ്പുരാൻ്റെ കാര്യങ്ങളാണ്. ഒരു സൂര്യനെ കാണുകയാണെങ്കിൽ എത്ര ദിവസം നമ്മൾ കാത്തിരിക്കണം. ചില ദിവസങ്ങളിലൊക്കെ നമുക്കത് അസുലഭമായിട്ട് കിട്ടത്തുള്ളൂ. അന്നേരം ഞങ്ങൾ തീരുമാനിച്ചു, ഒന്നാമതായിട്ട് അത് കഴിക്കാൻ ONVയുടെ ജന്മദിനം വരുന്നത് മാർച്ച് മാസത്തോടനുബന്ധിച്ചാണ്. അന്നേരം UK-യിലെ സൂര്യനെപ്പോലെ ഒരു വെളിച്ചമാകട്ടെ എന്ന് കരുതിയാണ് 7 ബീറ്റ്സ് ഈ മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നടത്തുന്നത്. ഈ 7 ബീറ്റ്സ് ഒത്തിരിയേറെ പേർക്ക് കൈത്താങ്ങാങ്ങി ആയിട്ടുണ്ട്. അത് അഭിമാനത്തോടെ പറയട്ടെ. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ മുൻഗണന നൽകുന്നത്
ഇതിൽ ടാലൻ്റായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്. ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇതിൽ മത്സരിച്ച് ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത കുട്ടികളൊക്കെയും വിവിധ നിലകളിലായിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം തൊട്ട് ഇപ്പോഴും ഈ 9ാമത്തെ പ്രോഗ്രാം വരുന്നവരുമുണ്ട്. ചിലരൊക്കെ വലിയ അഡൽട്ടായി, പലർ ഡോക്ടർമാരായി, പല വിവിധ നല്ല പോസ്റ്റുകളിലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് സമൂഹത്തിൻ്റെ ഇതിൽ വരുന്ന കുട്ടികളെ സമൂഹത്തിനും അതുപോലെ തന്നെ നാടിനും നാട്ടുകാർക്കും നല്ലവരാക്കി വളർത്തുന്ന ഒരു നല്ല ഒരു തലമുറയെ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശവുമുണ്ട്. ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങളൊക്കെ കാണുന്നതാണ് ഇതെല്ലാം. ഇനിയും ഒത്തിരിയേറെ പരിപാടികൾ നടക്കാനുണ്ട്. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ലോട്ട് ചേട്ടൻ. അടുത്തതായി നമ്മുടെ ഉദ്ഘാടനവും നമ്മുടെ ലാം ലൈറ്റിംഗ് സെറമണിയുമാണ്. ഉദ്ഘാടനത്തിനും നമ്മുടെ ലാം ലൈറ്റിംഗ് സെറമണിക്കും വേണ്ടി നമ്മുടെ എല്ലാ ചീഫ് ഗസ്റ്റുകളെയും 7 ബീറ്റ്സിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇതിലും വിപുലമായ രീതിയിൽ ഇതിലും കൂടുതൽ കലാകാരന്മാരും ആസ്വാദകരും ഉണ്ടാവുന്ന വേദികളാവട്ടെ 7 ബീറ്റ് സംഗീതോത്സവം എന്ന എല്ലാ തരത്തിലും ആശംസിച്ചുകൊണ്ട് this is the official inauguration of 7 Beat Sangeetotsavam 2026 charity event and musical evening. So next, I would like to request and welcome Mr. A.B. Sebastian, Advocate A.B. Sebastian, UCMA National President, to present the inaugural guest address. ഏറ്റവും സ്നേഹം നിറഞ്ഞ 7 ബീറ്റ് സംഗീതോത്സവത്തിൻ്റെ അമരക്കാരൻ ശ്രീ ജോമോൻ മാമൂട്ടിൽ, ഇന്നത്തെ നമ്മുടെ ഈ സംഗീതോത്സവത്തിൻ്റെ വിശിഷ്ട അതിഥി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി കുമാരി സനൂഷ സന്തോഷ്, 7 ബീറ്റ്സിൻ്റെ അമരക്കാരായ യുക്മയുടെ ദേശീയ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ശ്രീ സണ്ണിമൻ മത്തായി, മനോജ് തോമസ്, അപ്പച്ചൻ കണ്ണഞ്ചിറ, ഈ ഈസ്റ്റ് ലണ്ടനിൽ നിന്നും 7 ബീറ്റ്സിനെ ഇത്തവണ പിന്തുണയ്ക്കുന്ന എൽമയുടെ സാരഥികളായ കെവിൻ കോണിക്കൽ, UKKCAയുടെ മുൻ ദേശീയ സെക്രട്ടറി കൂടിയായ ലുബി മാത്യൂസ്, IOC UKയുടെ ദേശീയ പ്രസിഡന്റ് സുജു കെ ഡാനിയൽ, UK-യിലെ ഏറ്റവും വലിയ മലയാളി ലീഗൽ സ്ഥാപനമായ ലോ ആൻഡ് ലോയേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് മാത്യു കവളക്കാട്ടിൽ, പ്രിയപ്പെട്ട UK മലയാളികളുടെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രതിഭാശേഷിയുള്ള വനിതകളിൽ ഒരാളായ പ്രിയങ്കരിയായ രശ്മി പ്രകാശ്, യുക്മയുടെ ഈസ്റ്റ് ആംഗ്ലിയ റീജിയണൽ പ്രസിഡന്റ് ജോബിൻ ജോർജ്, ബെഡ്ഫോർഡ് ആൻഡ് മാസ്റ്റൺ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് യൂജിൻ തോമസ്, ഈ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സിൽ പ്രധാനപ്പെട്ട UK-യിലെ ബിസിനസ്സുകാരായ ഷംജിത്ത് ഏർത്തയിൽ, അതുപോലെ നമ്മുടെ നോഡി ജേക്കബ്,
വേദിയിലും സദസ്സിലുമായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യാനായിട്ട് UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഗായകരെ, കലാപ്രതിഭകളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, UK പോലെയൊരു രാജ്യത്തേക്ക് കുടിയേറിയിരിക്കുന്ന മലയാളികളിൽ അവരിലെ സംഗീത വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 9 വർഷം മുൻപ് ശ്രീ ജോമോൻ മാമ്മൂട്ടിലിൻ്റെ നേതൃത്വത്തിൽ 7 ബീറ്റ്സ് എന്നൊരു പ്രോഗ്രാം, സംഗീതോത്സവം ആരംഭിച്ച കാലം മുതൽ തന്നെ അതിനെ അടുത്ത് വീക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനും യുക്മയും ഒക്കെ ഇതിനെ ഏറെ പിന്തുണച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു ദേശീയ സംഘടന സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ പ്രവാസി മലയാളികളിലെയും അതിൽ യാതൊരു വിവേചനവുമില്ലാതെ തന്നെ അതിൽ നിന്നുള്ള എല്ലാ ഗായകരെയും ഉൾപ്പെടുത്തി 9 വർഷക്കാലമായിട്ട് ഓരോ വർഷവും പടിപടിയായിട്ട് ഉയർന്നു വരത്തക്ക രീതിയിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ശ്രമകരമായ കാര്യമാണ്. അതിന് ഏറെ അധ്വാനം ആവശ്യമാണ്, ഏറെ ഡെഡിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏറെ കമ്മിറ്റ്മെൻറ്റ്സ് ഇതിന് ജോമോന് അതിനകത്ത് പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം വിജയകരമായി തുടർന്നു പോകുന്നതിന് ജോമോൻ മാമ്മൂട്ടിലിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള മുഴുവൻ ആളുകളെയും ഈ അവസരത്തിൽ പ്രത്യേകം യുക്മയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഈ രാജ്യത്ത് ഇത്രയേറെ കലാവാസനകളെ ഉള്ള ആളുകളെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുവരുമ്പോൾ വരും തലമുറയ്ക്കും നമ്മുടെ ഭാഷയാണ് ഏതൊരു പ്രവാസി സമൂഹത്തെയും പിടിച്ചു നിർത്തുന്നത്. അതായത് കേരളത്തിൽ നിന്ന് നമ്മൾ വന്നു എന്നുള്ളതല്ല, മലയാള ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഷയോടുള്ള അടുപ്പമാണ് എല്ലാ കാലത്തും ഏത് കുടിയേറ്റ സമൂഹത്തെയും പിടിച്ചു നിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം. UK-യിലേക്ക് കുടിയേറിയിരിക്കുന്ന മലയാളികളിൽ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ വരും തലമുറയുടെ സത്വബോധം നഷ്ടപ്പെടാതെ അവരെ എല്ലാവരെയും നമ്മുടെ ഈ ഒരു പാരമ്പര്യത്തിലും പൈതൃകത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ 7 ബീറ്റ്സ് വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. ഭാവിയിലും 7 ബീറ്റ്സിന് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഏറെ വർഷം സംഘടിപ്പിക്കുവാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംഗീതോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thanks a lot, ചേട്ടൻ. അടുത്തതായി, ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു ഇൻവൈറ്റ്, നമ്മളൊക്കെ വളരെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ബേബി സനുഷ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത ഒരു സെലിബ്രിറ്റി ഇവിടെ എൻ്റെ കൂടെ എൻ്റെ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഐ ആം വെരി പ്രൗഡ്. സോ 2004 ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 2004 നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് സനുഷയുടെ പേരിങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ ദ ബെസ്റ്റ് ചൈൽഡ് അവാർഡ്. സോ ചൈൽഡ് ആക്ട്രസ് ആയിട്ടുള്ള ബെസ്റ്റ് ചൈൽഡ് ആക്ട്രസ് ആയിട്ടുള്ള ദ ബേബി സനുഷ. സോ ഷീ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, the most artistic. Oh my God, I don't have words to describe you, dear. So Miss Sanusha Santosh, please ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ 7 ബീറ്റ്സ് UK-യുടെ സംഗീതോത്സവം 2026 സീസൺ 9-ൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. ഇത്രയും നല്ലൊരു കോസിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു ഭാഗമാകുന്നത് എപ്പോഴും ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ജോമോൻ ചേട്ടൻ, ഷംജിത്തിക്ക, താങ്ക് യു സോ വെരി മച്ച്. എല്ലാവരെയും കാണാൻ പറ്റത്തിൽ ഒരുപാട് സന്തോഷം. ഇവിടെ ഒരുപാട് നല്ല ടാലൻ്റ് ഉള്ള ഒരുപാട് പേര് ഞാനിപ്പോൾ വന്ന ശേഷം 2-3 പെർഫോമൻസേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയും ഒരുപാട് പെർഫോമൻസസ് ഉണ്ട് എന്നെനിക്കറിയാം. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.
Give a big round of applause to our own Sanusha, please. Mr. Suzuki Daniel for the felicitation. He is Indian Overseas Congress President. Thank you for joining us. ബഹുമാനപ്പെട്ട ഈ 7 ബീറ്റ്സിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ജോമോൻ, അതേപോലെ നമ്മളൊക്കെ ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ചതുർമൂർത്തികളാണ്. അതായത് ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സണ്ണിച്ചേട്ടൻ, അതേപോലെ മനോജേട്ടൻ, അപ്പച്ചേട്ടൻ, ഈ 4 പേരുടെ കഠിനാധ്വാനമാണ്. ഞങ്ങളൊക്കെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനകത്ത് ഓർഗനൈസിങ് കമ്മിറ്റി അല്ലെങ്കിൽ അതുപോലെ പല പല കമ്മിറ്റികളെടുത്ത് 25-30 പേരെയൊക്കെ വെച്ചിട്ടാണ് ഒരു പരിപാടി തുടങ്ങുന്നത് തന്നെ. ഇത് 4 പേര് മാത്രം ഈ UK-യുടെ മുക്കിലും മൂലയിൽ നിന്ന് വരെ ആൾക്കാരെ എത്തിച്ച് ഇവിടെ ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് വലിയ ഒരു ശ്രമകരമായ ഒരു ഉദ്യമം തന്നെയാണ്. ഞാൻ വലിയ നീണ്ട പ്രസംഗത്തിലേക്ക് നിന്നും കടക്കുന്നില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേരുകയാണ്. അതേപോലെ ഈ 7 ബീറ്റ്സ് വഴി ഒരുപാട് നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ, അതേപോലെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഈ സംസ്കാരം നിലനിർത്തുന്നതിനും, അതേപോലെ പുതുതലമുറയ്ക്ക് നമ്മുടെ സംസ്കാരം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊക്കെ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾക്ക് ഒത്തിരി ആശംസകൾ അറിയിക്കുകയാണ്. അതിലുപരി അതിനോടൊപ്പം തന്നെ ഈ ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ തന്നെ ഒരു ലാഭേച്ഛയും കൂടാതെ ഈ പരിപാടി നടത്തുമ്പോൾ തന്നെ അതിൽ നീക്കിയിരിക്കുന്ന ഒരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയുന്നതും കൂടി ഏറ്റവും വലിയൊരു മഹാകാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് വാക്കുകളിലേക്ക് കടക്കുന്നില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ തരുന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധമായ സപ്പോർട്ടും നേർന്നുകൊണ്ട്, അതേപോലെ ഈ വേദിയിൽ കടന്നെത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഇവരുടെയൊക്കെ സപ്പോർട്ടും ഒക്കെ ഒത്തിരി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുജുക്കി ഡാനിയൽ, താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. ഞങ്ങൾക്ക് ഒരു 2 വാക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ 7 ബീറ്റ്സിന് വേണ്ടി ആശംസകൾ നേരാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അസിച്ചേട്ടൻ പ്ലീസ് കം ഫോർവേഡ്. അസിച്ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ലിക്മയുടെ മുൻകാല പ്രസിഡന്റാണ് അദ്ദേഹം. ഒപ്പം തന്നെ നമ്മുടെ ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സിന്റെ ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. അസിച്ചേട്ടൻ പ്ലീസ്. താങ്ക് യു എവരി വൺ. ഏറ്റവും സ്നേഹമുള്ള യുഗ്മൻ നാഷണൽ പ്രസിഡന്റ് എബി സെബാസ്റ്റ്യൻ, അതുപോലെ സ്റ്റേജിലുള്ള ഓരോരുത്തരും നോട്ടി, ജൂജിന്, ജേക്കബ്, എല്ലാവരെയും സ്നേഹത്തിൽ ഓർക്കുന്നു. ഡുബി, ഇവിടുന്ന് തുടങ്ങിയാൽ എല്ലാവരെയും അറിയാം. ഒത്തിരി സന്തോഷം. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ 2015-17 കാലഘട്ടത്തിന് ശേഷം വലിയ പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇത്രയും മനോഹരമായിട്ട് ഒരു ഇവൻ്റ് കടന്നു പോകുന്നുണ്ടെന്ന് ഇന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വളരെ സന്തോഷവും അഭിമാനവും അതിലുപരി ഇവരോടൊക്കെ അസൂയ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ എബി പറഞ്ഞതുപോലെ ഒരു നാഷണൽ ഒരു ചെറിയ പരിപാടി ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എത്ര സമയത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തുമാത്രം ഒരുക്കങ്ങൾ വേണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ 6-7 പേര് കൂടി ഇത്രയും വലിയൊരു ഇവൻറ്റ്, ഒരു നാഷണൽ ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്തതിൻ്റെ പെയിനും ടെൻഷനും, അതുപോലെ തന്നെ ഇതിന് വെൻ വി കണ്ടിങ് സംതിങ് ഇപ്പോൾ ആൾക്കാർ വരുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർ റീസൺ ഒരു ചാരിറ്റി ഇവൻറ്റിന് പൈസ റേസ് ചെയ്യാനുള്ള ആ ഒരു കമ്മിറ്റ്മെൻ്റ് കൂടി ഇവിടെ വരുന്ന ഓരോ മത്സരാർത്ഥിക്കും, അതുപോലെ ഇതിന് പിന്നിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങളും ആശംസകളും നേരെ, അല്ലാതെ ഉപരി ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ എല്ലാ ഇവൻറ്റും ഇനിയും അതിമനോഹരമായിട്ട് മുമ്പോട്ട് പോട്ടെ. സർവസ്വനായ ദൈവം നിങ്ങളെ കൂടുതൽ നന്മകൾ ചെയ്യാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. ആൻഡ് ഇനോഗ്രേഷൻ്റെ അവസാനമായിട്ട് നമുക്കുള്ളത് ഏറെ കഴിവുള്ള രശ്മി പ്രകാശ്, എഴുത്തുകാരിയും കവയിത്രിയും എന്നൊക്കെ ഞങ്ങൾ സന്തോഷത്തോടെ പറയുന്ന രശ്മി, SPV ആൻഡ് ONV ട്രിബ്യൂട്ട് ടോക്ക് നമുക്ക് വേണ്ടി ചെറിയൊരു ടോക്കാണ്. താങ്ക് യു രശ്മി. താങ്ക് യു സുപ്രഭ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ജോമോൻ ചേട്ടനും 7 ബീറ്റ്സിൻ്റെ ടീമിനും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ഈ വേദിയിലുള്ള എല്ലാവർക്കും എൻ്റെ വക നമസ്കാരം. അഡ്വക്കേറ്റ് എബി, പിന്നെ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, പ്രിയപ്പെട്ട സനുഷ, സമയം കുറച്ചേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരുപാട് പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടി മാത്രമല്ല,
ഈ 7 ബീറ്റ്സിൻ്റെ ഈ ഒരു സംഗീത ഉത്സവം ആ പേരിൽ തന്നെ ഉണ്ട്. ഇത് സംഗീതത്തിൻ്റെ ഒരു ഉത്സവമാണ്. സംഗീതം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണല്ലോ നമ്മൾ ഉത്സവം എന്ന് പറയുന്നത്. ONV കുറുപ്പ് മാഷ് എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിൽ സംഗീതത്തെയും കവിതയെയും മലയാള ഭാഷയെയും സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക വികാരമാണ്. ONV കുറുപ്പ് മാഷിൻ്റെ അനുസ്മരണമായിട്ട് എനിക്ക് തോന്നുന്ന UK ഈ ഒരു പരിപാടി മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഇത് 9ാമത് വർഷമാണ്. ONV കുറുപ്പ് മാഷിൻ്റെ വാക്കുകൾ വളരെ എന്താ പറയുന്നത്, ഏറെ ഹൃദയസ്പർശിയായിട്ടാണ് ഓരോ മലയാളിയും, അദ്ദേഹത്തിൻ്റെ കവിതയായാലും പാട്ടുകളായാലും, നമുക്ക് ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പം മനസ്സിനൊരു പ്രത്യേക ഒരു കുളിർമ കിട്ടും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും കവിതകളിലും വല്ലാത്തൊരു മനുഷ്യത്വവും സ്നേഹവുമൊക്കെ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നത് കാണാം. ONV കുറുപ്പ് മാഷിൻ്റെ ഈ ഒരു ഓർമ്മ ദിവസത്തിൽ നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകും. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആത്മകഥ പോലെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. അതാരെങ്കിലും വായിച്ചിട്ടുണ്ടോ, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പുസ്തകത്തിൽ അദ്ദേഹം അതിമനോഹരമായ കുറച്ച് വാക്കുകൾ ചേർത്ത് വച്ചിട്ടുണ്ട്. ഇതൊരു ആത്മകഥയല്ല, ഒരു ആത്മകഥ എഴുതാനുള്ള വലിപ്പവും എനിക്കില്ല. കാലത്തെ ഉണർന്ന് ഇരുണ്ട കരിയിലകൾ അടിച്ചുവാരി കുഞ്ഞു പൂക്കളെ വിളിച്ചുണർത്തി ഈറൻ വിളികളെല്ലാം ഉണക്കി സായാഹ്നത്തിൽ പടിയിറങ്ങിപ്പോകുന്ന പോക്കുവെയിൽ മണ്ണിലെഴുതിയ സ്നേഹക്കുറിപ്പുകൾ മാത്രമാണിത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തൻ്റെ ഓർമ്മകളെ മലയാളിയുടെ മനസ്സിൻ്റെ തട്ടകത്തിലേക്ക് ചേർത്ത് വെച്ചത്. ONV കുറുപ്പ് മാഷിൻ്റെ കാര്യം പറയുമ്പം അതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കാവുന്ന പേരാണ് SP വെങ്കിടേഷ്. സംഗീതരാജൻ എന്ന് സിനിമ ഗാനരംഗത്ത് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. ഈ 2 മഹാരഥന്മാരും നമ്മോട് വിട പറഞ്ഞു പോയത് ഫെബ്രുവരി മാസത്തിലായിരുന്നു. അപ്പം ONV കുറുപ്പ് മാഷിൻ്റെ വരികൾക്ക് SP വെങ്കിടേഷിൻ്റെ സംഗീതം എന്ന് പറയുമ്പം ചില പാട്ടുകളെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. രാജാവിൻ്റെ മകൻ എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിനെ മലയാളിയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഡെന്നീസ് ജോസഫ്, തിരക്കഥാകൃത്തും സംവിധായകനുമായ അദ്ദേഹം എഴുതിയത് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു. SPVയെ രാജാവിൻ്റെ മകനിലേക്ക് കൊണ്ടുവന്നത് ഡെന്നീസ് ജോസഫ് ആയിരുന്നു. ഗിത്താറിൽ പല വാദ്യ ഉപകരണങ്ങളെ ചേർത്ത് വെക്കാൻ കഴിഞ്ഞ ഒരു അതുല്യ സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം. ഓരോ നോട്ടുകൾ കൊടുക്കുമ്പോഴും അതിലൊക്കെ ആഴത്തിലുള്ള മാധുര്യം നിറഞ്ഞതായിരുന്നു. ONV കുറുപ്പ് മാഷിൻ്റെ വരികളിൽ SPVയുടെ അതിമനോഹരമായ സംഗീതം ചേർത്ത് നമ്മൾ ഒരുപാട് ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. തുടർക്കഥ, പൈതൃകം, പിന്നെ ഈ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പാടി നടന്ന ജോണി വാക്കറിലെ ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം. അങ്ങനെ ഈ 2 മഹാരഥന്മാരെയും ഓർക്കുമ്പോൾ മലയാള ഭാഷയെ, നമ്മുടെ സംസ്കാരത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള മനോഹരമായ പരിപാടികളിലൂടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ചേർത്ത് വെക്കാം, അതോടൊപ്പം പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much. So that was the official inauguration. അതിൻ്റെ സമാപനമാണത്. ഇവിടെ വന്ന എല്ലാവർക്കും ഇത്രയും നേരം ക്ഷമയോടെ സ്റ്റേജിൽ നിന്നതിന് ഒത്തിരി And it's there when you call out my name.